സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായ സുധിയുടെ വാഹന വിശേഷങ്ങൾ അറിയാൻ ഡ്രീം ഡ്രൈവ്. എൻ്റെ തലമുറയിൽപ്പെട്ട ഏതൊരാളെയും അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ ജീവിച്ച ഏതൊരാളെയും ഇഷ്ടവാഹനം എനിക്കൊന്ന് ആ കാലത്ത് ആഗ്രഹിച്ച വാഹനം സൈക്കിളാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ വാടകയ്ക്ക് സൈക്കിൾ കിട്ടുന്നൊരു കാലം, ഇന്നത്തെ റെൻ്റേ കാർ പോലെ അല്ലെങ്കിൽ വാടകയ്ക്ക് സൈക്കിൾ കിട്ടുന്നൊരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചത്. ഒരു മണിക്കൂറിന് 2 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു പൈസ, ഇതിൻ്റെ വില. അപ്പോൾ ആ സൈക്കിൾ വെച്ചിട്ടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ നാട്, നമ്മളെ ആ നാട്ടുമ്പുറമൊക്കെ യാത്ര ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എനിക്ക് വാങ്ങിച്ച വാഹനം എന്ന് പറയുന്ന സൈക്കിളാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം 10ാം ക്ലാസ് വരെയുള്ള പഠനം സൈക്കിളിലായിരുന്നു. പിന്നീട് നമ്മൾ പല വാഹനങ്ങളിലേക്ക് മാറി, ഈ വരെ ഹോണ്ട ആക്റ്റീവ, അതേപോലെ ബൈക്ക്, കാറ്. അപ്പോൾ എൻ്റെ ഒരു സൗഹൃദങ്ങളിൽ ഒരുപാട് കാറിനോട് ക്രേസുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാറിനോട് ക്രേസ് തോന്നാൻ കാരണം എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് പലതരത്തിലുള്ള കാറുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷബീർ എന്ന് പറയുന്ന ദുബായിലൊരു വലിയൊരു വ്യവസായിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ 3ാമത്തെ വണ്ടിയാണ് ബെൻസ് G680. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരുപാട് പ്രീമിയം കാർസിൽ പിന്നെ യാത്ര ചെയ്യാൻ പറ്റി. നമ്മളെ കൂടെ അഭിനയിക്കുന്ന കോ സ്റ്റാർസായ മനോജേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ വണ്ടിയിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി, പകുതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്ലാസ് വണ്ടികളിലും പ്രീമിയം വണ്ടികളിലും നമുക്ക് സ്വന്തമായി ഇല്ലെങ്കിൽ പോലും യാത്ര ചെയ്യാൻ പറ്റി, അതൊരു ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ എല്ലാ തരത്തിലും ടേസ്റ്റ് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചാൽ ക്രീറ്റയാണ്. അപ്പോൾ എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കൾ, ഒന്ന് സലീമേട്ടനും സമീറ സനീഷ് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ അവർ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനതൊക്കെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതാണ് ഞാൻ ഇനി വണ്ടി എടുക്കാൻ പോകുന്ന വണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സ്വന്തമായി എടുക്കുന്നൊരു വണ്ടി ചിലപ്പോൾ അതായിരിക്കാം. അത് ഈ കൗമുദി ചാനലിലൂടെ പറയാൻ പറ്റി. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനം, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും. എല്ലാവർക്കും വലിയ വലിയ വണ്ടികൾ എടുക്കണം, പ്രീമിയം ക്ലാസ് വണ്ടികൾ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും. അതുപോലെ ഒരാഗ്രഹം എനിക്കുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഓടി ആണ് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു വണ്ടി. അതുപോലെ എല്ലാവർക്കും ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം എന്നില്ല, പക്ഷെ എന്നാലും അത്തരം ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന സ്വപ്നവാഹനം എന്നൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഓടി Q5 ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ വണ്ടികളിൽ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വണ്ടികളിൽ ഇതുവരെ നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. എല്ലാം ഇറങ്ങുന്ന വണ്ടികൾ ഞാനല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ വണ്ടികളും അത് മാർക്കറ്റിൽ ഇറങ്ങുന്ന വണ്ടികൾ കൈയോടെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഫ്രഷ് അത് ഉടനടി വാങ്ങിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയോടുള്ള ഒരുപാട് മോഹങ്ങളൊക്കെ കയറി നമ്മൾ സ്വന്തമായി ഇല്ലെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കേരളത്തിലെ റോഡുകളൊക്കെ ഒന്നാമത് ഇനിയിപ്പം റോഡുകളൊക്കെ ഒരുപാട് മാറിത്തുടങ്ങുകയാണ്. നല്ല റോഡുകളായി അല്ലെങ്കിൽ ദേശീയപാത വികസിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് വണ്ടികൾ കേരളത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ യാത്ര, ഇനി കുറേ ആൾക്കാർ കാർ യാത്രയെ ആശ്രയിക്കും. ഇപ്പോൾ തന്നെ എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും എത്ര സാധാരണക്കാരൻ്റെ കുടുംബത്തിലും ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാർ യാത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങി.